നമോ നാരായണായ. ഭീത്യാലമംഘജവസന്തസുരാങ്കനാവോ മന്മാനസം ദ്വിഹജുഷധ്വമിതി ബ്രുവാണഃ. ത്വം വിസ്മയേന പരിതസ്തു വദാമദേശാം പ്രാദർശയസ്വ പരിചാരകകാദരാക്ഷീः. ശ്ലോകം 7. സമ്മോഹനായ മിളിതാമദനാദയസ്തേ ത്വദ്ദാസികാ പരിമളേ കില മോഹമാഭൂ. ദത്താം ത്വയാ ജഗൃഹുസ്ത്രപായൈവ സർവാസി ഗർവശമനേ പുനരുർവശീം താം. ശ്ലോകം 8. ദൃഷ്ടോർവശീം തവ കഥാഞ്ച നിശമ്യ ശക്ര പര്യാകുലേ ജനിഭവൻ മഹിമാവമർശാൽ. ഏവം പ്രശാന്തരമണീയതരാവതാര ത്വത്തോദിഗോ വരദ കൃഷ്ണസനുസ്ത്വമേവ. ശ്ലോകം 9. ദക്ഷസ്തു ധാതുരതിലാളനയാ രചോന്തോ നാത്യാദൃതസ്ത്വയി ച കഷ്ടമശാന്തിരാസീത്. യേന വിരുന്ധസ ഭവത്തനുമേവ സർവം യജ്ഞേ ച വൈരപിശിനേഷു സുധാം വ്യമാനീത്. ശ്ലോകം 10. ക്രുദ്ധേ സമർദ്ധിത മഗസക്തുകൃത്തശീർഷോ ദേവപ്രസാദിത ഹരാദലബ്ധജീവ. ത്വത്പൂരിത ക്രതുവര പുനരാപശാന്തിം സത്വം പ്രശാന്തികര പാഹി മരുത്പുരേശ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമസ്തേ. ശ്രീമന്നാരായണീയത്തിൽ ദശകം 16, അതിൽ 5 ശ്ലോകങ്ങളാണ് കഴിഞ്ഞ തവണ നമ്മൾ പ്രതിപാദിച്ചത്. ഇതിപ്പോൾ 6ാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. സന്ദർഭം ഭഗവാന്റെ നരനാരായണന്മാരുടെ തപസ്സിളക്കാനായിട്ട് ദേവേന്ദ്രൻ കാമദേവനെയും വസന്തനെയും കൂടെ നന്നായി നൃത്തം ചെയ്യുന്ന അപ്സര സ്ത്രീകളെയും പറഞ്ഞയച്ചിരുന്നു. ബദരികാശ്രമം ഒരു നല്ലൊരു പൂങ്കാവനമാക്കി മാറ്റി. മന്ദമാരുതൻ വീശാൻ തുടങ്ങി. അങ്ങനെ മനസ്സിനും ശരീരത്തിനും സുഖം നൽകുന്ന അല്ലെങ്കിൽ കാമദീപ്തി ഉണ്ടാക്കുന്ന ഒരവസ്ഥ അവിടെ സൃഷ്ടിച്ചിരുന്നു. ഭഗവാൻ ആ തപസ്സിലാണല്ലോ. മെല്ലെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു, ഒന്ന് പുഞ്ചിരിച്ചു. ദേവേന്ദ്രനെ നോക്കിയും അതുപോലെ കാമാദികളെ നോക്കി. എന്നിട്ട് പറയുന്നൊരു ഭാഗമാണിപ്പോൾ പറയാൻ പോകുന്നത്. അധത്വം അങ്കജ വസന്ത സുരാങ്കനാവഭീത്യ അലം. അങ്ങ് കാമനോടും വസന്തനോടും അപ്സരസുകളോടും ഭയപ്പെടേണ്ടെന്നും ഹിമന്മാനനം തു ജുഷധ്വം ഇതി ഭ്രുവാണ. ഇവിടെ വെച്ച് എൻ്റെ സമ്മാനം സ്വീകരിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് സ്വപരിചാരക കാതരാക്ഷി തൻ്റെ ദാസ്യമാരായ സുന്ദരിമാർ വിസ്മയേന പരിത സ്തുവതാം യേഷാം പ്രാദർശയ. അത്ഭുതത്തോടുകൂടി തൻ്റെ ചുറ്റും നിന്ന് സ്തുതിക്കുന്നത് കാമാദികൾക്ക് ചൂണ്ടിക്കാട്ടി. എന്താണ് അവിടെ നടന്നതെന്നുള്ളതാണ് വിശദീകരിക്കുന്നത്. തങ്ങളുടെ ശ്രമം പരാജയപ്പെട്ട് ജാള്യതയോടെ നിൽക്കുന്ന കാമൻ, വസന്തൻ തുടങ്ങിയവരോട്, അവരിവിടെ വന്നിരിക്കുന്നത് ഭഗവാന്റെ തപസ്സിൽ നിന്ന് മനസ്സിനെ ഇളക്കി പഴയ അവസ്ഥയിലാക്കുകയാണ്. ഈ ഒരു അവസ്ഥയിലാണ്, ആ ഒരു അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഒരുങ്ങിയത്, അപ്സര സ്ത്രീകളുമായിട്ട് വന്നത്. പക്ഷേ ഭഗവാന് ഒന്നും സംഭവിച്ചില്ല. ഭഗവാൻ തൻ്റെ ശ്രമം പരാജയപ്പെട്ടതിൽ കാമനും വസന്തനും ജാള്യതയോടെ നിൽക്കുന്ന അവരോട് പറയാണ്, ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. താൻ സമ്മാനമായി നൽകുന്ന തൻ്റെ ദാസ്യമാരായ സുന്ദരിമാരെ സ്വീകരിക്കുവാൻ ഭഗവാൻ തൻ്റെ ചുറ്റും നിൽക്കുന്ന കാമാദികളോട് ആവശ്യപ്പെട്ടു. എന്നെ സേവിക്കാൻ വന്നിരിക്കുന്നതായ ഈ അപ്സര സുന്ദരികളുണ്ടല്ലോ, അവരെ സ്വീകരിച്ചു കൊള്ളാൻ വേണ്ടി പറഞ്ഞു കാമദേവനോട്. തനിക്ക് സേവനം ചെയ്യുന്ന സുന്ദരിമാർ ദേവലോകത്തു നിന്ന് വന്ന അപ്സരകളെക്കാളും സുന്ദരിമാരായിരുന്നു. നേരത്തെ ദേവേന്ദ്രൻ അപ്സര സ്ത്രീകൾ അയച്ചിരുന്നു, നർത്തകിമാർ. പക്ഷെ അവരെക്കാളും സുന്ദരികളെയാണ് ഇവിടെ ഇപ്പോൾ ഭഗവാൻ സൃഷ്ടിച്ചത്. ആ സുന്ദരികളുമായിട്ട് പോയിക്കോളൂ ദേവലോകത്തേക്ക് എന്ന് കാമനോട് പറഞ്ഞു.
അപ്പോഴാണ് കാമദേവൻ ഭഗവാൻ സൃഷ്ടിച്ച അപ്സരസ്സുകളെ കാണുന്നത്. അതിസുന്ദരികളായിരുന്നു അവർ. ദേവലോകത്തുള്ള അപ്സരസ്സുകളെക്കാളും അതീവ സുന്ദരികളായിരുന്നത് അവർ അത്ഭുതപ്പെട്ടു എന്നാണ് പറയുന്നത്. ശ്ലോകം 7. സമ്മോഹനായ മിളിതാ മദനാദയസ്തേ തേ സമ്മോഹനായ മിളിതാഹ മദനാദയ. അങ്ങയെ സമ്മോഹനത്തിന് വിധേയമാക്കാൻ ശ്രമിച്ച കാമാദികൾ തദ്വാസിക പരിമളൈ മോഹം ആബോക്കില. അങ്ങയുടെ സുന്ദരിമാരായ ദാസിമാരുടെ സുഗന്ധത്താൽ സമ്മോഹനത്തിന് വിധേയരായി പോലും. പുനഃ ത്വയ ദത്താം സർവാസിഗർവ ശമനീം. പിന്നീട് അങ്ങ് സമ്മാനിച്ച ദേവസുന്ദരിമാരുടെ സൗന്ദര്യം കൊണ്ടുണ്ടായ അഹങ്കാരത്തെ നശിപ്പിക്കുന്ന താം ഉർവശിയും ത്രപയാ ജഗൃഹൂച. ഉർവശിയെ ലജ്ജയോടെ അവർ സ്വീകരിച്ചു. പിന്നീട് എന്താ ഭഗവാൻ ചെയ്തത്? ശ്രീനാരായണൻ സമ്മാനിച്ച സേവികമാരായ സുന്ദരിമാരെ കണ്ട് അത്ഭുതപ്പെട്ട കാമാദികളെ വീണ്ടും അത്ഭുതപ്പെടുത്തി ഭഗവാൻ. എങ്ങനെ? തൻ്റെ തുടയിൽ നിന്ന് സൃഷ്ടിച്ച ഉർവശി എന്ന അതീവ സുന്ദരി, ആ സുന്ദരിയെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത് കാമാദികൾ. കാരണം ലോകം അതുവരെ കാണാത്ത ഒരു സുന്ദരിയാണ് ശ്രീനാരായണൻ തൻ്റെ തുടയിൽ നിന്ന് സൃഷ്ടിച്ചത്. ഭഗവാന്റെ തുടയിൽ നിന്ന് സൃഷ്ടിച്ചുകൊണ്ടാണ് ഉർവശി എന്ന പേരുണ്ടാവാനുള്ള കാരണം. ഭഗവാന്റെ തപസ് മുടക്കാനായി വന്ന കാമാദികൾ പരാജിതരായി. ഭവത് സൃഷ്ടിയായ ഉർവശിയെ ലജ്ജാപൂർവം സ്വീകരിച്ച് ഇന്ദ്രലോകത്തേക്ക് മടങ്ങിപ്പോയി. ഭഗവാൻ സൃഷ്ടിച്ച ഏറ്റവും അധികം സുന്ദരിയായ ഉർവശിയെയും സ്വീകരിച്ചുകൊണ്ട് ജാള്യതയോടെ തല താഴ്ത്തിക്കൊണ്ട് കാമദേവനും വസന്തനും പരാജയമായി അനുഭവിച്ചുകൊണ്ട് തിരിച്ച് ദേവലോകത്തേക്ക് പോവുകയാണ് ചെയ്തത്. ശ്രീനാരായണൻ തൻ്റെ തുടയിൽ നിർവഹിച്ച സൃഷ്ടി സംഭവം ദേവീ ഭാഗവതത്തിലെ ചതുർത്ഥ സ്കന്ധം 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാര്യം, ഈ സംഭവം ദേവീ ഭാഗവത്തിലും വ്യാസമഹർഷി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് 6-ാം അധ്യായത്തിൽ. അടുത്ത 2 ശ്ലോകങ്ങളിൽ ദക്ഷയാഗത്തെപ്പറ്റി സംക്ഷിപ്തമായി ഭട്ടതിരിപ്പാട് പറയുകയാണ്. ശ്ലോകം 8. ശക്രഹ ഉർവശീം ദൃഷ്ട്വാ തവ കഥാം നിശമ്യാച. ദേവേന്ദ്രൻ ഉർവശിയെ കണ്ടിട്ടും അങ്ങയുടെ കഥ കേട്ടിട്ടും ഭവൻ മഹിമാപവർഷാത് പര്യാകുല അജനി. അങ്ങയുടെ മാഹാത്മ്യം മനസ്സിലാക്കിയതുകൊണ്ടും ദുഃഖിതനായി തീർന്നു. വരദ ഏവം പ്രശാന്ത രമണീയ തരാവതാരാത്വത. ഇങ്ങനെ സൗമ്യവും അദ്ഭുതമായ കർമാനുഷ്ഠാനത്താൽ അതീവ ശാന്ത മനോഹരമായ ശ്രീനാരായണമൂർത്തിയുടെ അവതാരം സ്വീകരിച്ച അങ്ങയേക്കാൾ അധികഃ കൃഷ്ണതനും ത്വാം ഏവ. ശാന്തവും വിചിത്രകർമ്മങ്ങൾ കൊണ്ട് ശ്രേഷ്ഠനായവൻ ശ്രീകൃഷ്ണ സ്വരൂപനായി അവതരിച്ച് അങ്ങ് തന്നെയാണ്. ഇവിടെ ഭട്ടതിരിപ്പാടിൻ്റെ ഒരു അഭിപ്രായം കൂടി രേഖപ്പെടുത്തുന്നുണ്ട്. ദേവേന്ദ്രൻ ഭഗവാനെ പരാജയപ്പെടുത്തുവാൻ തയ്യാറാക്കിയ പദ്ധതി പൂർണ്ണമായും പരാജയപ്പെട്ടു. മാത്രമല്ല, അപ്സര സ്ത്രീകളെക്കാൾ സുന്ദരിമാരായ ദാസിമാരെയും മനോഹരിയായ ഉർവശിയെയും സൃഷ്ടിച്ചതും ദേവേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം മഹാത്ഭുതമായിരുന്നു. ദേവേന്ദ്രൻ്റെ ബുദ്ധിയെക്കാളും ഭഗവാന്റെ ബുദ്ധിയാണ് അവിടെ വിജയിച്ചത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഭഗവാനോട് ഈ രീതിയിൽ പെരുമാറിയതിൽ ദേവേന്ദ്രൻ വളരെയധികം ദുഃഖിച്ചു എന്നാണ് പറയുന്നത്. പശ്ചാത്താപം പ്രകടിപ്പിച്ചു. ശാന്തവും അദ്ഭുതകരവുമായ കർമാനുഷ്ഠാനത്താൽ അതിമനോഹരമായ ശ്രീനാരായണമൂർത്തി അവതരിച്ച അങ്ങയേക്കാളും ശാന്തിയും വിചിത്രകർമ്മങ്ങളാൽ ശ്രേഷ്ഠനുമായ ശ്രീകൃഷ്ണാവതാരം സ്വീകരിച്ചത് അങ്ങ് മാത്രമാകുന്നു. ഇവിടെ തൻ്റെ വ്യക്തിപരമായൊരു അഭിപ്രായം ഭട്ടതിരിപ്പാട് പറയുന്നു. എന്താണ്? അങ്ങിവിടെ അത്ഭുതമാണ് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും അങ്ങയുടെ അവതാരങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ശ്രീകൃഷ്ണാവതാരം തന്നെയാണ് ഭഗവാനെ എന്ന് പറയുകയാണ്. കാരണം ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരം തൻ്റെ ലീലാ വിനോദത്താൽ അല്ലെങ്കിൽ ലീലാവിലാസത്താൽ ഏവരെയും ആകർഷിച്ചിരുന്നു. അതാണ്. കൊച്ചുകുട്ടിയായി ജനിച്ച് ആ ഒരു പ്രായം വരെ ജീവിച്ചല്ലോ ഭഗവാൻ. ആ കാലഘട്ടങ്ങളിലൊക്കെ ജനങ്ങളെ ആകർഷിച്ചുകൊണ്ടും അവരുടെ വിഷമങ്ങളെ ഇല്ലാതാക്കിയും സാധാരണക്കാരൊരാളെപ്പോലെ അങ്ങ് ആ അവതാരമൂർത്തിയായി അങ്ങ് പെരുമാറി. അതുപോലെ മറ്റവതാരങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ അവതാരങ്ങളിൽ അതിശ്രേഷ്ഠമാണ് കൃഷ്ണാവതാരം എന്നിവിടെ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്.
ശ്ലോകം 9. ദക്ഷസ്തു ധാതുരതിലാളനയ രജോധോ. ദക്ഷതു ധാതു അതിലാളനയോ രജോന്ധോ. ബ്രഹ്മപുത്രനായ ദക്ഷപ്രജാപതി അച്ഛൻ്റെ അമിതലാളനത്താൽ രാജസ സ്വഭാവിയായി മാറി. നാത്യ ധൃത ത്വയീജ അശാന്തി ആസീത് കഷ്ടം. ഈ കാരണത്താൽ ബ്രഹ്മാവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ദക്ഷൻ അങ്ങയോട് പോലും വിനയമില്ലാതെ പെരുമാറുന്നവനായി തീർന്നു. കഷ്ടം തന്നെ. ഏനസ ഭവത്തനും ഏവ ശർവ വൃദ്ധ. ഈ വിനയമില്ലായ്മയാൽ ദക്ഷൻ അങ്ങയുടെ തന്നെ അംശരൂപിയായ ശിവനെ ദ്വേഷിച്ചു. വൈരപിശുനെ യജ്ഞേ സുസുതാം വ്യമാനിത് ച. ശിവനോട് വിരോധം പ്രകടിപ്പിക്കുവാനായി നടത്തിയ യാഗത്തിൽ വെച്ച് തൻ്റെ മകളെ അപമാനിക്കുകയും ചെയ്തു. ഈ ദക്ഷപ്രജാപതിയുടെ ജീവചരിത്രമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ദക്ഷപ്രജാപതിയുടെ മകളായ സതീദേവിയെ വിവാഹം കഴിച്ചത് പരമശിവനായിരുന്നു. ഇവിടെ പരമശിവൻ ആണ് തൻ്റെ ഭർത്താവായി വരേണ്ടത് എന്ന് സതീദേവി പറഞ്ഞപ്പോൾ ദക്ഷനത് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. കാരണം ദേവന്മാരെ പൊതുവെ എല്ലാവരാലും ആകർഷിക്കപ്പെടുന്നവരാണ്. പക്ഷെ ദേവനാണ് ശിവനെങ്കിലും ശിവൻ്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും സ്വീകാര്യമായ ഒന്നായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ വേഷഭൂഷാദികൾ ഈ ആനത്തോലും പുലിത്തോലുമൊക്കെയാണ് വസ്ത്രമായി ധരിച്ചിരിക്കുന്നത്. മറ്റു ദേവന്മാരൊക്കെ പട്ട് ആണ് ധരിക്കുക. ആ സ്ഥാനത്താണ് ഇവിടെ ആനത്തോലും പുലിത്തോലും ധരിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ തൻ്റെ കയ്യിൽ എപ്പോഴൊരു ത്രിശൂലവും ഉണ്ടായിരിക്കും. പിന്നെ മൂന്നാമത്തൊരു കണ്ണുണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ എന്താ അവസ്ഥ വരുന്നത് ആർക്കും പറയാൻ പറ്റില്ല. പിന്നെ സർപ്പങ്ങളാണ് കഴുത്തിൽ ആഭരണമായി അണിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആളുകൾക്ക് അടുത്ത് ചെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനും സാധ്യമല്ല. അങ്ങനെയുള്ള ഒരു അസാധാരണത്വമുള്ള ഒരു പ്രാകൃതനായ ശിവനെ നീ എന്തിനു സ്നേഹിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ സതീദേവി പറഞ്ഞു, ഞാൻ ആന്തരിക സൗന്ദര്യമാണ് പരമശിവൻ്റെ എന്നിലേക്ക് ആകർഷിച്ചത്. അതുകൊണ്ട് അച്ഛ, ഈ ജീവിതത്തിൽ പരമശിവൻ തന്നെ ആയിരിക്കണം എൻ്റെ ഭർത്താവ്. അങ്ങനെ അച്ഛനും മകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. പക്ഷെ ബ്രഹ്മാവ് ഇടപെട്ടു, അതവരുടെ പ്രശ്നങ്ങൾ തീർത്തു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ദക്ഷൻ ശിവന് തൻ്റെ മകൾ സതീദേവിയെ വിവാഹം കഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷെ ഉള്ളിൽ ആ ഒരു വെറുപ്പും ഉണ്ട് താനും. ഒരിക്കൽ പ്രജാപതിമാരുടെ സത്രത്തിൽ പങ്കെടുക്കുവാനായി എത്തിയ ദക്ഷനെ മകളുടെ ഭർത്താവായ ശിവൻ എഴുന്നേറ്റ് ആദരിച്ചില്ല. ഭാര്യാപിതാവിനെ സ്വന്തം പിതാവായി കാണണമെന്ന ലൗകികധർമ്മം ചെയ്യാത്ത ശിവനോട് ദക്ഷന് കടുത്ത വിരോധമുണ്ടായി. തന്നെ അപമാനിച്ച ശിവനെ അപമാനിക്കുവാനായി വിശ്വസൃക് എന്ന മഹായാഗം ദക്ഷൻ സംഘടിപ്പിച്ചു. ആ യാഗത്തിലേക്ക് എല്ലാ ശ്രേഷ്ഠ വ്യക്തികളെയും ക്ഷണിച്ചുവെങ്കിലും ബോധപൂർവം ശിവനെയും സതീദേവിയെയും ദക്ഷൻ ക്ഷണിച്ചില്ല. യാഗത്തിൽ പങ്കെടുക്കുവാൻ ക്ഷണിച്ചില്ലെങ്കിലും അച്ഛൻ നടത്തുന്ന യാഗത്തിൽ പങ്കെടുക്കേണ്ടത് മകളുടെ ധർമ്മമാണെന്ന് ചിന്തിച്ച് സതീദേവി ഭർത്താവായ ശിവനിൽ നിന്ന് അർദ്ധസമ്മതം വാങ്ങി യാഗസ്ഥലത്ത് ചെന്നു. യാഗത്തിന് യജമാനായി കർമ്മം ചെയ്യുന്ന അച്ഛൻ്റെ മുൻപിൽ സതി കുറച്ചുനേരം നിന്നുവെങ്കിലും ദക്ഷൻ ശ്രദ്ധിച്ചില്ല, അവഗണിച്ചു എന്നർത്ഥം. അമ്മയും സഹോദരിമാരും സതീദേവിയിൽ നിന്ന് അകന്നു നിന്നു. അപമാനിതയായ സതി തത്സമയം ദേഹത്യാഗം ചെയ്തു. ഒരു സത്രത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ദക്ഷപ്രജാപതിയെ കണ്ട് മരുമകനായ ശിവൻ എഴുന്നേറ്റ് ആദരിച്ചില്ല എന്നൊരു വിരോധം കൂടി പിന്നീടുണ്ടായി. അപ്പോൾ തന്നെ അവമാനിച്ച ആ മരുമകനൊരു പാഠം പഠിപ്പിക്കണം എന്ന് ചിന്തിച്ച് അതുവരെ ആരും നടത്താത്ത വിശ്വസൃക് എന്ന യാഗം നടത്താൻ ദക്ഷൻ തീരുമാനിക്കുകയാണ്. അതിന് എല്ലാ ദേവന്മാരെയും ക്ഷണിച്ചു ആ യാഗത്തിലേക്ക്. പക്ഷേ രണ്ടുപേരെ മാത്രം ക്ഷണിച്ചില്ല, സതീദേവിയെയും ശിവനെയും. പക്ഷേ ശിവൻ ക്ഷണിക്കാത്തതുകൊണ്ട് പോയില്ല. സതീദേവി പറഞ്ഞു, നിങ്ങൾക്കങ്ങനെ ഒരു തീരുമാനമെടുക്കാം, പക്ഷേ എനിക്ക് വിഷമമുണ്ട്. ആ ദക്ഷപ്രജാപതിയുടെ മകളാണ് ഞാൻ. അച്ഛൻ ക്ഷണിച്ചില്ലെങ്കിലും അച്ഛൻ്റെ ഏത് കാര്യത്തിനും കൂടെ നിന്ന് നടത്തിച്ചു കൊടുക്കേണ്ടത് മകളുടെ അല്ലെങ്കിൽ മക്കളുടെ ധർമ്മമാണ്. അതുകൊണ്ട് ഞാൻ പോകാണ് എന്ന് പറഞ്ഞപ്പോൾ അർദ്ധസമ്മതം നൽകി പരമശിവൻ. അങ്ങനെ ആ യാഗസ്ഥലത്തേക്ക് ചെന്നു. യാഗസ്ഥലത്തേക്ക് ചെന്നപ്പോൾ ധാരാളം ആളുകൾ യാഗം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ യജമാനൻ്റെ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് യജമാന പത്നിയും അമ്മയും ഇരുന്നു കൊണ്ട് ആ യാഗം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ അച്ഛൻ്റെ നേരെ മുമ്പിൽ പോയി നിന്നു സതീദേവി. പക്ഷേ അവഗണിച്ചു, തീരെ നോക്കിയില്ല. അതിൽ അപമാനിതയായ സതീദേവി അവിടെ വെച്ച് ദേഹത്യാഗം ചെയ്തു എന്നാണ് പറഞ്ഞത്. 10ാമത്തെ ശ്ലോകം. സഹ തു ക്രുദ്ധേശമർദ്ദിത മഖ കൃത്ത ശീർഷ. അപമാനിതനായ ശിവനാൽ ദക്ഷൻ യാഗം പൂർത്തിയാക്കാൻ സാധിക്കാതെ ശിരച്ഛേദം
ചെയ്യപ്പെട്ടവനായി. അത് ദേവപ്രസാദിത ഹരാത് ലബ്ധ ജീവ. പിന്നീട് ദേവന്മാരുടെ അപേക്ഷപ്രകാരം പരമശിവൻ ദക്ഷനെ പുനരുജ്ജീവിപ്പിച്ചു. ത്വത് പൂരിതക്രതുവര പുനഃശാന്തി മാപ. അങ്ങയുടെ അനുഗ്രഹത്താൽ യജ്ഞം പൂർത്തിയാക്കി ദക്ഷൻ ശാന്തിയെ പ്രാപിച്ചു. പ്രശാന്തികര മരുത്പുരേശ സഹ ത്വം പാഹി. എല്ലാവർക്കും പരമശാന്തി നൽകുന്ന ഗുരുവായൂരപ്പ, അങ്ങ് എന്നെ രക്ഷിക്കണമേ. ഇവിടെ എന്താ സംഭവം? പത്നി മരണത്തെ വരിച്ചുവെന്നറിഞ്ഞ ശിവൻ ക്ഷുഭിതനായി. തൻ്റെ സമർത്ഥമായ ജട അഴിച്ചിട്ട് നിലത്തിട്ടടിച്ചു. അപ്പോൾ വീരഭദ്രനും ശിവഭൂതഗണങ്ങളും ഉണ്ടായി. അവർ ദക്ഷയാഗ സ്ഥലത്ത് ചെന്ന് കാണികളെയെല്ലാം ആട്ടിയോടിച്ചു. വീരഭദ്രൻ ശൂലത്താൽ ദക്ഷൻ്റെ തല മുറിച്ചെടുത്ത് ഹോമാഗ്നിയിൽ നിക്ഷേപിച്ചു. ദക്ഷയാഗം മുടങ്ങിയ വിവരം അറിഞ്ഞ മഹാവിഷ്ണുവും ബ്രഹ്മാവും യാഗം മുടക്കിയത് ശരിയായില്ലെന്ന് പറഞ്ഞു. യാഗം മുടങ്ങിയാൽ വൻ ദുരന്തമാണ് ഉണ്ടാവുക എന്ന കാര്യം ശിവനും ബോധ്യമുള്ളതാണ്. ഉടനെ ആടിൻ്റെ തലവെട്ടി ദക്ഷൻ്റെ കബന്ധത്തിൽ ചേർത്ത് ദക്ഷനെ പുനരുജ്ജീവിപ്പിച്ചു. തുടർന്ന് ശിവാജ്ഞപ്രകാരം ദക്ഷൻ യാഗം മുഴുമിച്ചു. അപരാധബോധത്തോടെ ദക്ഷൻ മാപ്പപേക്ഷിച്ച് പരമശിവൻ്റെ കാൽക്കൽ നമസ്കരിച്ചു. ഇവിടെ വലിയൊരു സംഭവമാണ്. തൻ്റെ പത്നി ദേഹത്യാഗം ചെയ്തവനെ പറഞ്ഞ് പരമശിവൻ തൻ്റെ ജട അഴിച്ചിട്ട് നിലത്തിട്ടടിച്ച് അതിൽ നിന്ന് ശിവഭൂതഗണങ്ങളെ സൃഷ്ടിച്ചു. ആ ശിവഭൂതഗണങ്ങളിൽ പ്രധാനിയായി വീരഭദ്രനുണ്ടായി. അവരുടനെ തന്നെ യാഗസ്ഥലത്ത് ചെന്ന് അവിടെ ദക്ഷനെ കടന്നു പിടിച്ച് ദക്ഷനെ തലവെട്ടി ആ ഹോമാഗ്നിയിൽ നിക്ഷേപിച്ചു. ബാക്കിയുള്ളവരെ കാട്ടി ഓടിച്ചു. അപ്പോഴാണ് ബ്രഹ്മാവും മഹാവിഷ്ണു സംഗതികൾ അറിയുന്നത്. ഒരു യാഗം തുടങ്ങിയാൽ അത് മുഴുമിച്ചില്ലെങ്കിൽ വൻ ദുരന്തമാണ് ലോകത്തിനുണ്ടാവുക. ആ കാര്യം ശിവനും ബോധ്യമാണ്. പക്ഷെ ഇവിടെ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ചെയ്തു പോയതാണ്. ഉടനെ ആ കാര്യം മനസ്സിലാക്കി ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ഉപദേശം സ്വീകരിച്ച് പരമശിവൻ ഒരാടിൻ്റെ തല വെട്ടി ഈ കഴുത്തറ്റ ദക്ഷൻ്റെ തലയിൽ ചേർത്ത് വെച്ചു, ആ കഴുത്തിൽ ചേർത്ത് വെച്ചു. അങ്ങനെ വീണ്ടും ദക്ഷനെ പുനഃസൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. ദക്ഷൻ തൻ്റെ തെറ്റിന് ക്ഷമ ചോദിച്ചുകൊണ്ട് പരമശിവൻ്റെ അനുഗ്രഹത്താൽ വീണ്ടും മടങ്ങിപ്പോയി എന്നാണ് ഇതിൻ്റെ അവസാനമായി പറയുന്നത്. ലോകർക്കെല്ലാം പരമശാന്തി നൽകുന്ന ഗുരുവായൂരപ്പനോട് തന്നെയും രോഗാവസ്ഥ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ച് ഭട്ടതിരിപ്പാട് ദശകം ഉപസംഹരിച്ചു. 16ാമത് ദശകം ഉപസംഹരിക്കുന്നത് വീണ്ടും തൻ്റെ രോഗാവസ്ഥയെപ്പറ്റി ഗുരുവായൂരപ്പനോട് പറഞ്ഞ് ഇതിൽ നിന്ന് എനിക്ക് മോചനം നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദശകം അവസാനിപ്പിച്ചത്. നമസ്തേ.